സത്യത്തിൽ ഒരുപാട് വിഷമമുള്ള ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഒന്നാമത്തേത് അവർ സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ കൂട്ടത്തിൽ കൂടാത്ത ആളാണെന്ന് നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഒരു ലേബൽ കൊടുക്കും. പിന്നീട് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഒരുപാട് വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു, അതിന്റെ കൂടെ തന്നെ ഒറ്റപ്പെടലും അനുഭവിക്കാൻ തുടങ്ങും. ഒരു ജഡ്ജ്മെന്റൽ ആയ രീതിയിൽ ആരെയും നോക്കരുത്. രണ്ടാമത്തെ കാര്യം, നമ്മളോടൊരു വൈകാരിക അടുപ്പം അവർ കാണിക്കുന്നുണ്ടാവില്ല. അവരുടേതായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പൊ നമ്മൾ പറയും വളരെ റൂഡാണ്, ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് എന്നൊക്കെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഓവറായിട്ടൊന്നും ഷെയർ ചെയ്യില്ല. അത്തരം ചോദ്യങ്ങൾ അവർ ഒഴിവാക്കും. നിങ്ങളെ ഒന്നും പേഴ്സണൽ സ്പേസിലേക്ക് എടുക്കുന്നുണ്ടാവില്ല. അവർ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ്. ഒരുപാട് വിഷമം മനസ്സിൽ സൂക്ഷിക്കുന്നവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന മൂന്ന് സ്വഭാവ സവിശേഷതകളാണ് ഇവയെല്ലാം. അതൊന്ന് കണ്ടറിഞ്ഞൊന്ന് മനസ്സിലാക്കിക്കോളൂ. അവരെ ജഡ്ജ് ചെയ്യേണ്ട. ഓരോരുത്തരും എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവരെ എവിടെ നിർത്തണം എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അവരോട് തന്നെ കൂട്ടത്തിൽ കൂടില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, ഇങ്ങനെയൊന്നും പോയിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാണ്ടിരിക്കുക. അവർ വല്ലാണ്ട് അങ്ങ് തകർന്നു പോകും.